നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നാരങ്ങ അച്ചാറാണ് കേട്ടോ. തനി നാടൻ വിഭവമാണ്. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. യാതൊരു കെമിക്കലും ഇല്ലാത്ത നല്ല അച്ചാറാണ്. അതിന് വേണ്ടി നമ്മളൊരു നാരങ്ങ എടുത്ത് ചെത്തുക. ചെത്തുമ്പം തോലിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തോലിരുന്നാൽ നാരങ്ങ കയ്ക്കും. ഏത് നാരങ്ങയായാലും തോലുണ്ടെങ്കിൽ അത് കയ്ക്കും. വലിയ നാരങ്ങയാണ് കേട്ടോ. അതിന് ശേഷം നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കോ എന്ത് വേണം എടുക്കാം. എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് വെള്ളം വറ്റുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരിത്തിരി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ ഈ എണ്ണയ്ക്ക് പല പേരുകൾ പല സ്ഥലത്തും പറയും. എള്ളെണ്ണയ്ക്കാണ് ഞാൻ ഈ നല്ലെണ്ണ എന്ന് പറഞ്ഞത് കേട്ടോ. എള്ളെണ്ണയ്ക്ക് ഇവിടെ നല്ലെണ്ണ എന്നാണ് പറയുക. അതൊഴിച്ച് കൊടുക്കുക. കുറച്ചൊഴിച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഒഴിക്കാം. കാരണം ചില നാരങ്ങകൾ കുറച്ചുകൂടി ഒഴിക്കേണ്ടി വരും. ചില നാരങ്ങയ്ക്ക് ഇത്ര മതിയാവും. നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ ഈ ചെത്തി വെച്ച നാരങ്ങ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവണം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ അതൊരു ആട്ടമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അവിടെ ഇരുന്നിട്ട് മൂക്കട്ടെ. എന്നിട്ട് നമ്മൾ തിരിച്ച് കറക്കി ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ആക്കണം കേട്ടോ. ഒരു ഭാഗം അങ്ങനെയായി. ഇതിൻ്റെ എല്ലാ ഭാഗവും തിരിച്ച് ഇങ്ങനെ അതിൻ്റെ മൂപ്പിച്ചിങ്ങനെ എടുക്കുക. വരട്ടി വെക്കുന്നതാണ് കേട്ടോ നാരങ്ങ അല്ലാതെ വെക്കുന്ന വിധവും ഉണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തേ. ഈ എണ്ണ പോരാ, അതുകൊണ്ട് ഇത്തിരി കൂടെ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ടോ, എല്ലാ വശവും ഇങ്ങനെ ഏകദേശമായി. ഇനി എവിടെയെങ്കിലും വെളുത്ത് കാണുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ ഒരു കണ്ണാപ്പം എടുത്ത് കോരി വയ്ക്കുക. കോരി വയ്ക്കുന്നത് ഈ എണ്ണ ഫുൾ വാർന്നു പോകാനാണ്. നമ്മളൊഴിച്ച എണ്ണ അതാ ഫുൾ അവിടെ ഉണ്ട് കണ്ടോ. ഇതിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ചെറിയ ശബ്ദങ്ങളോടെ പൊട്ടിത്തെറിക്കും. അത് കാര്യമാക്കണ്ട. അതിൻ്റെ അകത്തുള്ള വെള്ളം പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ അല്ലിയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്, അത് ഏതെങ്കിലും ഗ്യാപ്പിൽ കൂടെ ഇങ്ങോട്ട് വരുന്നതാണ്. ഈ എണ്ണ നമ്മളൊന്നിനും ഉപയോഗിക്കരുത്, എടുക്കുകയേ ചെയ്ത്. നിർബന്ധമായിട്ടത് കളയണം. കയ്ക്കും, അച്ചാറ് കയ്ക്കും അത് പിന്നെ ഉപയോഗിച്ചാൽ. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അതിന് ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഇതുപോലെ ആവണം കേട്ടോ. ഒരിടത്തും ഒരു വെള്ള ഉണ്ടാവരുത്. നമ്മൾ ആദ്യം എടുത്ത് വെച്ച തനി വെള്ളയില്ലേ, അതുണ്ടാവരുത്. ഇനി നമ്മളിതിനെ അരിഞ്ഞ് കഷ്ണമാക്കണം. അതാ കഷ്ണമാക്കിയതാണ് ഈ പ്ലേറ്റിലുള്ളത്. ഇത്ര കട്ടിക്കാക്കണമെന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതാക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് ചെറുതാക്കാം. ഞാൻ ഇത്ര ഒരു പരുവത്തിന് എടുത്തതേ ഉള്ളൂ. ചിലപ്പം ഇത് അരിയാൻ കിട്ടാത്ത രീതിയിൽ അലിഞ്ഞു പോവും. അപ്പോഴും ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കുമോ. ഇത് അല്ലെങ്കിൽ തന്നെ ഈ അച്ചാർ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇരുന്നിട്ട് അലിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റും കാര്യമൊക്കെ വരുന്നത് അപ്പോഴാണ് കേട്ടോ. കുറച്ച് കൂടുതൽ വരിക. അതിന് ശേഷം നമ്മൾ ഇതിന് പൊടിവർഗ്ഗങ്ങളാണ് വേണ്ടത്. അതിന് മുളക് പൊടി എടുക്കുക, പിന്നെ കല്ലുപ്പ്, പിന്നെ മല്ലിപ്പൊടി. ഈ കാണുന്നത് മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടി ഞാൻ മല്ലി വറുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്ത പൊടിയാണ്. അതാണ് ഈ നിറത്തിയിരിക്കുന്നത്. നിങ്ങൾ പച്ചമല്ലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ മില്ലിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവരില്ലേ, അതാണെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അപ്പുറത്തോട്ട് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ കായം കഷ്ണാക്കി ഞാൻ വെച്ചേക്കാണ്. പിന്നെ മഞ്ഞളിൻ്റെ പൊടി. ഇത്രയും സാധനങ്ങളാണ് പൊടികളായിട്ടുള്ളത്. കായം നല്ല കായം എടുക്കണം കേട്ടോ. നല്ല കായം വേണം. ഇതും നമുക്ക് ഈ കാണുന്ന നാരങ്ങ കഷ്ണങ്ങളും പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട്. അതാണിത്, ഈ വെളുത്തുള്ളി. ഇത്ര സാധനങ്ങളെ ഈ അച്ചാറിന് വേണ്ടി ഉണ്ടാക്കാൻ സിമ്പിളാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ നാടൻ വിഭവമാണ്. ഇത് തൊലിച്ച് ഞാൻ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. കഴുകി ഒന്ന് തുടച്ചേക്കുക. കാരണം വെള്ളം ഉണ്ടാവരുത്. ഒന്ന് തുടച്ച് ഇതിൻ്റെ മേലെ വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാട്ടിയെടുക്കാം. ഞാൻ വാട്ടിയിട്ടില്ല, എനിക്ക് പച്ചയാണ് ആവശ്യം, ഞാൻ അങ്ങനെ എടുത്തു. അതിന് ശേഷം നമുക്ക് ഈ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉപയോഗിച്ചത് എള്ളെണ്ണയാണ്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത്തിരി മതി. ഈ കുഞ്ഞ് കഷ്ണം കായം ഇതിൻ്റെ അകത്ത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടുന്ന സമയത്ത് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കട്ടെ. ഒരു
ശകലം കൂടെ ഒന്ന് അടിയിൽ നിന്നൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിത് ഒന്ന് ഈ കണ്ണാപ്പ വെച്ചിട്ട് തന്നെ ഈ കാണുന്ന തവിയില്ലേ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് വേർപെടുത്തി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കും. കണ്ടോ, ഒന്ന് വേർതിരിക്കുന്നുണ്ടോ? ഒന്ന് മൂക്കട്ടെ. നമ്മൾ ഇടയ്ക്ക് നമ്മൾ മറിച്ചൊക്കെ ഇട്ട് നോക്കണം അടി കരിഞ്ഞോ എന്താണെന്ന്. തീ എപ്പോഴും തീ സ്ലോയിൽ വയ്ക്കുക കേട്ടോ, സിമ്മിലിടുക, കുറച്ച് വെക്കുക. അതിന് ശേഷം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് നമ്മളിതിനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവുമെന്ന്. ഒരിക്കലുമില്ല. ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കായ ഉണ്ടാവും. പക്ഷെ നമ്മളെ പറ്റിക്കുകയാണ്. നമ്മളതുകൊണ്ട് ഇത് കഷ്ണമാക്കി കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ കയ്യിലുള്ള ഈ കണ്ണാപ്പ വെച്ചിട്ട് തന്നെ അത് കഷ്ണമാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ അങ്ങ് വെന്തോളും. പിന്നെ നമ്മളെ പറ്റിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മളോടാ കളി. ഇതിങ്ങനെ മുരിഞ്ഞിങ്ങനെ വരികയാണ്. ഇങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മതി എന്ന് തോന്നും. നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ആ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ട് മാത്രം ഈ പൊടികളൊന്നായിട്ട് അതിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീയിടരുത്, ഒരു കാരണവശാലും പാടില്ല. ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ഈ പരുവത്തിന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം എന്നിട്ട് മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിക്കുക. കായം പൊടിഞ്ഞ് കിട്ടണ്ടേ, അതാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പൊടി എന്നിട്ട് ഈ നാരങ്ങയിലേക്ക് തട്ടി കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കുക. ഇളക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിന് തീരെ ചാറൊന്നും ഇല്ലല്ലോ, കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, ഇത് വരട്ടി വെച്ച നാരങ്ങയാണ് കേട്ടോ. അപ്പം നമ്മൾ തീരെ കട്ടിയായി പോകുന്ന സമയത്ത് നമ്മളെ പൊടിച്ച മിക്സിയിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, മുളകൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ പൊടിയിലേക്ക് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. അച്ചാറായി ഇതാ കോരി വെച്ചിട്ടുണ്ട്. നാടൻ വിഭവമാണ്. യാതൊരുവിധ കേടുകളും ഇല്ല. പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി കുപ്പിയിലാക്കിയതിന് ശേഷം ഇത്തിരി നല്ലെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മേലെ.